2022 ഞാൻ ആർക്ക് എന്തിനെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, ഒരു PC ഒക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും സ്റ്റെപ്സും പിന്നെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഈ PC ബിൽഡിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് പലർക്കും വരാറുണ്ട്. അതെന്താണ് 2023 അതിനുണ്ടായ ചേഞ്ചസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഗൈസ് 2023 ഉണ്ടായ ചേഞ്ചസ് എന്താ? 2023 ഗൈസ് നിങ്ങൾ ഒരു അൾട്രാ ഹൈ എൻഡ് ഗെയിമിംഗ് PCയോ എഡിറ്റിംഗ് PCയോ ഒക്കെ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 3090 24GB എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ പകുതി പ്രൈസിന് തന്നെ ബെറ്റർ പെർഫോമൻസ് ആയി ഐഡ ലവ്ലൈസ് എന്ന് പറയുന്ന ടെക്നോളജിയിൽ നമ്മുടെ 4070 Ti ഇറക്കിയിട്ടുണ്ട്. അത് NVIDIA ഇറക്കിയിരിക്കുന്ന റേഞ്ച് വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 75 തൊട്ട് 80,000 റേഞ്ചിനകത്തൊക്കെയാണ്. ഇപ്പോൾ പല ബ്രാൻഡിനും കാർഡ്സ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സൊഡാക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. സൊഡാക്കിൻ്റെ 12GB വേർഷനും ഉണ്ട്. അതേപോലെ തന്നെ ഇന്നോ 3Dയുടെ iChill X3 എന്ന് പറഞ്ഞ വെർഷനും ഉണ്ട്. രണ്ടും അഗെയിൻ നല്ലൊരു പവർഫുൾ കാർഡ് തന്നെയാണ്. 12GB ആണ് കേട്ടോ. ഇതിൽ 8K എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും, നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 4K ഒരു ഡീസൻറ്റ് ഇനഫ് ആയിട്ടുള്ള FPS കിട്ടുന്ന ഗെയിംസ് ഒക്കെ ഇതിൽ കളിക്കാൻ പറ്റും. പിന്നെ 3090 എടുക്കുമ്പോൾ ബെറ്റർ അല്ലേ ബ്രോ, 24GB അല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ടെക്നോളജി മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റൻസിൻ്റെ എണ്ണം വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ടെക്നോളജി ആർക്കിടെക്ചറിലും വ്യത്യാസമുണ്ട്, റേറ്റിലും വ്യത്യാസമുണ്ട്. ഫോർ വാല്യൂ ഫോർ മണി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 4070 Ti is the right choice. ഹൈ എൻഡ് ആയിട്ടുള്ളൊരു PC ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹൈ എൻഡ് ഒരു ക്യാബിനറ്റ് എടുക്കണമെന്നും ചിലർക്ക് നിർബന്ധമുണ്ട്, ചിലർക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന Quadstellar എന്ന് പറയുന്നൊരു മോഡലാണ്. അറൗണ്ട് ഒരു 30,000 റേഞ്ചിനകത്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു ക്യാബിനറ്റ് ഒക്കെ നിങ്ങൾ എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പർപ്പസ് ഡിഫൈൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. പിന്നെ ഇപ്പോൾ ലംബോർഗിനി എടുക്കണോ അംബാസഡർ എടുക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ക്യാബിനറ്റ് വേണോ ചൂസ് ചെയ്യാം. ഇപ്പോൾ 3500 രൂപയുടെ ക്യാബിനറ്റ് എടുത്തെന്നും പറഞ്ഞാൽ അതിൽ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ലുക്ക് മാറ്റേഴ്സ്. അങ്ങനെ ലുക്ക് മാറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ PC വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറിനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മോഡൽസാണ് ഇതേപോലത്തെ വെറൈറ്റി ക്യാബിനറ്റ്സ് കേട്ടോ. ഗൈസ് പൊതുവേ നമ്മുടെ ബിൽഡ് വീഡിയോസിലൊക്കെ നമ്മൾ പണ്ട് ഓഡിയോ പറയാറുണ്ട്, ഇതുപോലെ ഞാൻ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് ഓഡിയോ ഇല്ല അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബിൽഡ് വീഡിയോസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 തൊട്ട് 4 മിനിറ്റിനകത്ത് കവർ ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയാതെ തന്നെ പ്രോഡക്റ്റ് കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ വീഡിയോസ് പോകുന്നത്. അത് ഈ ലാംഗ്വേജ് മനസ്സിലാവാത്ത കുറേ ആൾക്കാരും നമ്മുടെ വ്യൂവേഴ്സായിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാവാനും കൂടെ വേണ്ടിയാണ് വലിയ ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ ASMR ടൈപ്പിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ പാർട്സ് ഉപയോഗിക്കുന്നു, എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് വേറെയും വീഡിയോയിൽ നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഈ ഒരു ബിൽഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇങ്ങനത്തെ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ പ്രോഡക്റ്റ്സ് എല്ലാമായിട്ടുള്ള ലോജിടെക്കിൻ്റെ ഗെയിമിംഗ് ഗിയേഴ്സ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോജിടെക്കിൻ്റെ 512 കാർബൺ ഉണ്ട്, 733 ഉണ്ട്, 335 ഉണ്ട്. അതേപോലെ തന്നെ 502X വൺ ഓഫ് ദ പ്രീമിയം ആയിട്ടുള്ള ഒരു മൗസാണ് 502X പ്ലസ് എന്ന് പറയുന്ന സീരീസ്. ഇത് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൈവായിട്ട് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇത് ഗെയിമിങ്ങിനാണെങ്കിൽ ഇത് എഡിറ്റേഴ്സിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മൗസാണ്. ഈവൻ നമ്മുടെ ഗാഡ്ജറ്റ്സ് ആൻഡ് മലയാളം അമൽ ഉപയോഗിക്കുന്ന ഒരു മൗസാണ് MX Master 3S. പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ റിവ്യൂ പറഞ്ഞൊരു മൗസാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ GeekBoZ സമീപിക്കാം, വേണമെങ്കിൽ ഓൺലൈൻ സൈറ്റ് വഴിയും ഇത് പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ഒരു കോംബോ വന്നിട്ടുണ്ട് ഗൈസ്, ലോജിടെക്കിൻ്റെ ഒരു വയർലെസ് ഗെയിമിംഗ് കോംബോ. അത് മൗസും കീബോർഡും കൂടെയുള്ള കോംബോ ആണ്. പിന്നെ കുറേ മൗസസ് അല്ലറ. പിന്നെ ഈ കോപ്പ് കീസ് സത്യം പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഇമോജി സയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടല്ല. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ കുറേ കൂടെ വ്യത്യാസമാണ്. മറ്റുള്ള സ്ഥിരം കാണുന്ന കീബോർഡ് പോലെയോ ഒന്നും അല്ല ഈ ഒരു കീബോർഡ്. അതിൻ്റേതായ വെറൈറ്റി ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ കുറേ ഗ്രാഫിക്സ് കാർഡ്സിൻ്റെ ഇവിടെ സെൻറ്റർ. പിന്നെ ഇന്നോ 3Dയുടെ കൗണ്ടർ. താങ്ക്സ് ടു ഇന്നോ 3D ഫോർ സപ്പോർട്ടിങ് വിത്ത് ദിസ് വണ്ടർഫുൾ കൗണ്ടർ. അതേപോലെ നമ്മുടെ സനു കൺസൾട്ടൻ്റ് ആണ്, പുള്ളിക്കാരൻ അവിടെ നിന്ന് ഗെയിം കളിക്കുകയാണ്. ഇതേത് ഗെയിമാണ് കളിക്കുന്നത്? യൂറോ ട്രക്കിൽ എന്താ ഈ മോഡൊക്കെ ചെയ്തിട്ടുള്ള ഗെയിംസാണ് പുള്ളി കളിക്കുന്നത്. അപ്പം നമ്മുടെ KSRTC വണ്ടിയൊക്കെ ഉണ്ടല്ലേ, KSRTC വണ്ടിയൊക്കെ നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ G29 സെറ്റപ്പ്, സ്റ്റിയറിംഗ് വീല് വിത്ത് പെഡലും എല്ലാം വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സെൻറ്റർ അഗെയിൻ ഇതേപോലെ തന്നെ നമ്മുടെ Quadstellar ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ Quadstellarനെ പറ്റി നമ്മൾ കണ്ടല്ലോ ഈ ഒരു സംഭവം. Quadstellar എന്ന് പറയുമ്പോൾ അത്യാവശ്യം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിൽഡാണ്. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കണം നമ്മുടെ PCയുടെ കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമറാമാൻ നിവിൻ സോജി ഇവിടെ ഉണ്ട്. ക്യാമറാമാൻ നിവിനാണ് ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നത് ഉള്ള. ഇതൊക്കെ നമ്മുടെ ബിൽഡിൻ്റെ കാര്യങ്ങളാട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഇവിടെ നമ്മുടെ കൺസൾട്ടേഷൻ ഏരിയ, പിന്നെ കുറച്ചധികം സാധനങ്ങളും അക്സസറീസും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. മേജർ കോമ്പണൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ G29 എക്സ്പീരിയൻസ് സെൻ്ററാണ്. ഓക്കെ ഗൈസ്, ഇവിടെ സീറ്റൊക്കെ വെച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു
മെയിൻ സെക്ഷൻ നമ്മുടെ അക്സസറീസിൻ്റെത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഫ്രണ്ട് ലൈനിൽ ഇവിടെ പ്രവീൺ ഇരിപ്പുണ്ട്. ഫ്രണ്ട് ലൈനിൽ അത് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കഴിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രവീണിന് നാണമാണെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പം എനിവേ GeekBoZ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടും. പിന്നെ മറക്കാതെ വരുന്ന ആൾക്കാരൊക്കെ #GeekBoZ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവുക. അതേപോലെ തന്നെ ടാഗ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത്.